ഹലോ, ഞങ്ങൾ കോയാക്കൻ്റെ വീട്ടിലേക്ക് ചായ അടിക്കാൻ വന്നതാണ് കേട്ടോ. വന്ന അവിടെ തന്നെ ഫാൻ ഇട്ടാണ്. ഏർലി മോർണിംഗ് ആണ്, നല്ല തണുപ്പുണ്ട്. എന്നാലും ഫാന് വേണം. ഈ ഞങ്ങളെന്ന് പറയണത് ആരൊക്കെയെന്നല്ലേ? ഞാനുണ്ട്, വഫ, ആദിൽ, അമീൻ. ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഓരെന്നെ പോയിട്ട് എടുക്കുന്ന ഐറ്റംസ് ആണ് ഈ ഒരു ബിസ്ക്കറ്റ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിസ്ക്കറ്റ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും കുടിക്കാൻ ഹോർലിക്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മക്കൾക്ക് നല്ലോണം ചൂടാറ്റിയിട്ട് വേണമെന്ന് പറഞ്ഞതിനെ കൊണ്ട് കോയക്കഥ നല്ലപോലെ ചൂടാറ്റിയിട്ടാണ് കേട്ടോ. പഴംപൊരി അവിടെ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ചൂടോടെ ഞാനൊരു പഴംപൊരി എടുത്തു. ഈ ഒരു പഴംപൊരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വഫക്ക് ഹോർലിക്സ് എത്തി കണ്ട ഉറക്കൊന്നും വിട്ടിട്ടില്ല. ആദ്യക്കെത്തി, അതുപോലെ തന്നെ അമീൻ്റെ ഹോർലിക്സ്. പിന്നെ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ബിസ്ക്കറ്റിന്റെ ഒരു ടേസ്റ്റ് അറിയണല്ലോ, കാരണം ഇന്നും തന്നെയാണ് എടുക്കുന്നത്. സോ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ചോക്ലേറ്റിന്റെ കുഞ്ഞു കുഞ്ഞു പീസൊക്കെ ആ ഒരു ബിസ്ക്കറ്റിലുണ്ട്. അതുകൊണ്ടാണോ ഇവർക്ക് ഇത്ര ഇഷ്ടപ്പെട്ടത് അറിയില്ല. എനിക്ക് ഓഫീസ് ഓർക്കും സ്കൂളും ഉണ്ടായിരുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ ചായ എടുക്കാൻ പോവില്ലെന്ന് പറഞ്ഞപ്പോൾ വിളിച്ച സ്പോട്ടിൽ തന്നെ രാവിലെ 5:45 നീച്ചിട്ടുണ്ട്. ആത്മാർത്ഥത നോക്കണം. സ്കൂൾ ഉണ്ടെങ്കിൽ നീക്കാൻ മടിക്കുന്ന ടീമാണ് 5:45 നീച്ചി. അങ്ങനെ പഴംപൊരി പാർസൽ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഫാത്തിമാന്റെ അടുത്ത് പോയി. നീട്ടി ബില്ലടിച്ച് ഉറങ്ങണ ഫാത്തിമാനായിട്ട് ഉണർത്തി. അത് എനിക്കൊരു മനസ്സിലായി. പിന്നെ ഇതെന്താന്ന് പറയും, ഇത് ഫാത്തിമാക്ക് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫ്രോക്ക് ആയിരുന്നു. പണ്ട് ഞാനൊരു തയ്യൽക്കാരനൊക്കെ ആയിരുന്നു. കുറച്ച് ദിവസം ഞാനും ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ തയ്യൽ മെഷീൻ കണ്ട സമയത്താണ് ഇങ്ങനെ ഒരു ഫ്രോക്ക് അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കുറെ കാലം ഇങ്ങനെ തയ്ച്ചിട്ടോ. കട്ടിങ്ങും ഏറെക്കുറെയൊക്കെ തയ്ച്ച് അവിടെ വെച്ചതായിരുന്നു. ഞാൻ ടൈമില്ലാത്തതിനോണ്ട് അത് ഫുള്ളാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഇന്നത് അങ്ങ് തീർത്തെടുക്കാന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ബാക്കിൽ ഫുള്ളായിട്ട് സിബ് വെക്കാനുള്ള സ്പേസ് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് പൊട്ടിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ അംബ്രല കട്ടിങ് ആണ് കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫ്രോക്കിലേക്ക് ഫുൾ സ്ലീവ് ആണ് കേട്ടോ കൊടുക്കുന്നത്. അത് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ഉണ്ട്. അതിനിടയിൽ കറണ്ടോ ഇപ്പോൾ എമർജൻസി എടുത്തിട്ട് ബാക്കി പരിപാടി അങ്ങ് തുടങ്ങി. ഈ ഒരു ഫ്രോക്കിന്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമുക്ക് വരട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് തയ്ച്ച് തീർക്കട്ടെ. സോ ബൈ.